ഓവർ തിങ്ക് ചെയ്യാത്ത മനുഷ്യരുണ്ടോ? നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യാറുള്ള കാര്യമാണത്. പക്ഷേ അത് നമ്മളെ നശിപ്പിക്കുമെന്ന് പറയുന്നതാണ് സത്യം. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കയ്യിലായിരിക്കില്ല. ഒരു പക്ഷേ എന്തേലും ഒരു കാര്യം ആലോചിക്കാൻ തുടങ്ങിയാൽ പിന്നെ മൊത്തം അതുതന്നെയാകും തരയിൽ. ആ ദിവസം മുഴുവൻ ആ ഒരു സ്ട്രെസ്സിലായിരിക്കും നമ്മൾ. ഉറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രോഗമല്ല, ഇതൊരു സിംറ്റമാണ്. എന്താണ് ഓവർ തിങ്കിങ്? നിങ്ങളുടെ ബ്രെയിനിന് ഒരു സേഫായ ഒരു ഫീൽ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. അതായത് എന്തേലും ഒരു കാര്യം ചെയ്യുമ്പോൾ തോറ്റുപോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു കരുതും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നീ ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ബ്രെയിൻ നിങ്ങളോട് പറയും എടുത്തുചാടി ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മോശം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ ഈ പ്രശ്നങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും: നീ പോസിറ്റീവായി ആലോചിക്കുക, ഫോക്കസ് ചെയ്യാൻ നോക്ക്, നീ നിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യും. എന്നാൽ ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല ഒരു പ്രശ്നത്തെ നേരിടേണ്ടത്. ഒരിക്കലും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്: കോൺഫിഡൻസ് ഇല്ലായ്മ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് തോന്നൽ, മറ്റുള്ളവരുടെ താഴെയാകുമോ ഞാൻ എന്ന തോന്നൽ. ഓവർ തിങ്കിങ് മറികടക്കാനുള്ള 5 വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ വഴി: നിങ്ങൾ ഒരു മടിയുള്ള ആളല്ല, നിങ്ങളുടെ പേടിയാണ് ഇതിന് കാരണം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ പേടിയെ ഇല്ലാതാക്കാൻ ബ്രെയിൻ നടത്തുന്ന പ്രതിരോധമാണിത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് തിരിച്ചറിയുക എന്നതാണ് കൺട്രോൾ ചെയ്യാനുള്ള ആദ്യ വഴി. രണ്ടാമത്തെ വഴി: നിങ്ങളുടെ പ്രശ്നങ്ങൾ തലയിൽ വെക്കാതെ ഒരു പേപ്പർ എടുത്ത് എഴുതുക. എന്താണ് എൻ്റെ പ്രശ്നം? എന്തിനെയാണ് ഞാൻ പേടിക്കുന്നത്? എനിക്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എഴുതുന്നത് വഴി നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് മോശം തോട്ടുകൾ ഇല്ലാതാകാൻ സഹായിക്കും. 3. നിങ്ങൾക്കൊരു വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ എല്ലാം ഒരുമിച്ച് ചെയ്യാതെ ആദ്യ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക. ആദ്യമേ എല്ലാം ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുക. ഉദാഹരണം, നിങ്ങൾക്കൊരു ബുക്ക് വായിക്കാനുണ്ടെങ്കിൽ ആദ്യത്തെ പേജ് വായിച്ചു തീർക്കുക. 4. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ട്രിക്ക് ഇതാണ്. എന്തേലും ഒരു ജോലി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് മാത്രം ചെയ്യുക. 5 മിനിറ്റ് മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മളത് ചെയ്യാനായി ഇറങ്ങും. ആ ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ജോലി ചെയ്തു തീർക്കും. അടുത്ത പ്രാവശ്യം ആ കഠിനമായ ജോലി തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് ടൈമർ വെക്കാൻ ശ്രമിക്കുക. അവസാനത്തെ ടിപ്പ്: പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. നിങ്ങളുടെ ഓരോ തോൽവിയും നിങ്ങൾക്ക് പുതിയ പാഠമാണ് നൽകിയത് എന്ന് മനസ്സിലാക്കുക. അതിനെ പേടിക്കാതെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുക. ദാറ്റ്സ് ഹൗ യു ബിൽഡ് കോൺഫിഡൻസ്. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഉദാഹരണം, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആരെങ്കിലും കാണുമോ, അവർ എന്ത് ചിന്തിക്കും, ഞാൻ തോറ്റുപോകില്ലേ എന്നൊക്കെ ഉള്ള പേടി കാരണം ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ നാളെ തന്നെ നിങ്ങളൊരു ചാനൽ തുടങ്ങുക. വീഡിയോ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഒരു 6 മാസം ഇതിനായി മാറ്റിവെച്ച് നോക്ക്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാവുന്നത് കാണാം. സ്റ്റിക്ക് മലയാളി എന്ന് പറഞ്ഞ ഈ ചാനൽ ഒരു ഫേക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷൻ ഞാൻ ഇതിലൂടെ ഉണ്ടാക്കിത്തരാം. താങ്ക് യു.